അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അവൻ ഷഹാദത്ത് കലിമ പറയണം. ആ ഷഹാദത്ത് കലിമ പറയുന്നവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? സ്വർഗ്ഗം. അത് പോട്ടെ, ഒരാൾ ഷഹാദത്ത് കലിമ പറഞ്ഞാൽ ആ പറയുന്നതിലൂടെ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം. ഒരാൾ അല്ലാഹുവേ പടച്ച റബ്ബിന്റെ ദീനിലേക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് കടന്നു വന്നാൽ അവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അത് പറയുന്നതിന് മുമ്പ് വരെ തന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ദീനിലേക്ക് കടന്നു വന്നാൽ അതിനു മുമ്പ് എത്ര വലിയ ദ്രോഹം ചെയ്തവനാകട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പയായ ഹംസ റളിയല്ലാഹു തആല അൻഹു അവിടത്തെ കരളും കൂമ്പും വരെ വലിച്ചു പറിച്ച ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, വഹ്ശി ഉണ്ടല്ലോ, അത്രയും വലിയ റസൂലുള്ള ഇതുപോലെ വേദനിച്ച രംഗമില്ല. ആ സ്വഹാബി വരെ ദീനിലേക്ക് കടന്നു വന്നില്ലേ, അതിനു മുമ്പ് ചെയ്തത് മുഴുവനും അല്ലാഹു പുറത്തു കൊടുത്തെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം അറിയണോ? ഒറ്റ മിനിറ്റ് കൊണ്ട് സ്വർഗ്ഗത്തിൽ പോയ ഒരു സഹാബിയുണ്ട്. ഒറ്റ സെക്കൻഡ് കൊണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയ ഒരു സഹാബിയുടെ ചരിത്രമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, റസൂലുള്ളാഹി പറഞ്ഞല്ലോ അമലുഹു ഖലീൽ. റസൂലുള്ളാഹി പറയുകയാ അമലുഹു ഖലീൽ വഅജ്റുഹു കസീർ. ഒറ്റ മിനിറ്റ് കൊണ്ട് സ്വർഗ്ഗത്തിൽ പോയ സ്വഹാബി യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്, ശത്രുക്കളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോ ഒരു മുസ്ലിമായ മനുഷ്യൻ വരുന്ന, മുഹമ്മദേ എനിക്ക് നിങ്ങളുടെ കൂടെ കൂടണം, എനിക്ക് നിങ്ങളുടെ കൂടെ കൂടണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു, റസൂലുള്ളാഹിയോട് പറഞ്ഞു എനിക്ക് മുസ്ലിമാകണം, എനിക്ക് സ്വർഗ്ഗത്തിൽ പോകണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ ആ യുദ്ധം നടക്കുന്ന രണാങ്കണത്തില് ഒരു മുസ്ലിമായ മനുഷ്യൻ വന്നിട്ട് മുത്തുനബിയോട് മുസ്ലിമാകണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കയ്യിൽ പിടിച്ച് ഷഹാദത്ത് കലിമ പറഞ്ഞു. അവിടുന്ന് റസൂലുള്ളാഹിയുടെ മുന്നിൽ നിന്ന് മുസ്ലിമായി. എന്നിട്ട് ആ മനുഷ്യൻ ചോദിക്കുന്നു, നബിയേ യുദ്ധത്തിൽ ഷഹീദായ എന്ത് കിട്ടും നബിയേ? റസൂലുള്ളാഹി പറഞ്ഞ സ്വർഗ്ഗം കിട്ടും. റസൂലുള്ളാഹി പറഞ്ഞ സ്വർഗ്ഗം കിട്ടും. ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് ഒരു മിനിറ്റ് ആയില്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഈ രണാങ്കണത്തിൽ ഷഹീദായ സ്വർഗ്ഗം കിട്ടും. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മുസ്ലിമായ സഹാബി ഉണ്ടല്ലോ, അതാ വാളുമെടുത്തുകൊണ്ട് രണാങ്കണത്തിലേക്ക് പോകുകയാ. വാളുമെടുത്തുകൊണ്ട് ശത്രുക്കളുടെ നടുവിലേക്ക് അതാ പാഞ്ഞു കയറുകയാണ്. ഒരു നിമിഷം മുമ്പ് വരെ തന്റെ കൂടെ നിന്നവന് പെട്ടെന്ന് കൂറുമാറിയല്ലോ. തന്റെ കൂടെ യുദ്ധക്കളത്തിൽ നിന്നവന് പെട്ടെന്ന് മുഹമ്മദ് നബിയുടെ ചാരത്ത് പോയി മുസ്ലിമായിട്ട് തിരിച്ചു വരുന്നത് കണ്ടപ്പോ ശത്രുക്കൾ നാലു ഭാഗത്ത് നിന്ന് വളഞ്ഞിട്ട് വെട്ടിഞ്ഞുറുക്കുകയാ. സുബ്ഹാനല്ലാഹ്. മുത്തുനബിയുടെ മുന്നിലേക്ക് ചുമന്നുകൊണ്ട് വരികയാ, മുത്തുനബിയുടെ മുന്നിലേക്ക് ചുമന്നുകൊണ്ട് വരികയാ. ആരെയെന്നറിയോ? ഒരു മിനിറ്റ് മുമ്പ് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് പോയ സ്വഹാബി, ഒരു മിനിറ്റ് മുമ്പ് മുസ്ലിമായിട്ട് പോയ സ്വഹാബി. ആ സഹാബിയുടെ ജനാസ കൊണ്ടുവന്നപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞു, സഹാബാ അമലുഹു ഖലീൽ. അമലു കുറച്ചേ ഉള്ളൂ, ഒരുപാട് നിസ്കാരമില്ല, ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല, ഒരു നോമ്പ് പോലും പിടിച്ചിട്ടില്ല, ഒരു ദിക്ർ പോലും പറഞ്ഞിട്ടില്ല, ഒരു സുജൂദ് പോലും ചെയ്യാത്ത മനുഷ്യന് ഒറ്റ മിനിറ്റ് കൊണ്ട് ഷഹീദായിട്ട് തിരിച്ചു വരികയാണ്. റസൂലുള്ളാഹി പറഞ്ഞു അമല് ചെറുതാ, പക്ഷേ പ്രതിഫലം വലുതാണ് സഹാബാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പച്ചപ്പറവയെ പോലെ പറന്നുപോയെന്ന ചരിത്രം പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ തെള്ളി നീക്കാനുള്ളതല്ല, തസ്ബീഹ് എടുത്ത് വെച്ച് ചിരിച്ചും കളിച്ചും പറയാനുള്ളതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ അവന്റെ പാപം അല്ലാഹു പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒറ്റ മിനിറ്റ് നിങ്ങൾ ചിന്തിക്ക്, ഒരു സുജൂദ് പോലും ചെയ്യാതെ സ്വർഗ്ഗത്തിൽ പോയ സഹാബി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ വേണം, അതാ മനുഷ്യന്മാര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് മുസ്ലിം ആകണം, എന്ത് ചെയ്യണം? ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. യുദ്ധത്തിൽ പോയാൽ എനിക്ക് സ്വർഗ്ഗം കിട്ടും. വാള് എടുത്തോട്ട് അങ്ങോട്ട് പോയി നോക്കുമ്പോ തൊട്ട് മിനിറ്റ് മുമ്പ് വരെ കൂടെ നിന്നവൻ കൂറുമാറി തിരിഞ്ഞു വരാ. വിടുവോ?
മിനിറ്റുകൾക്കുള്ളിൽ കൊണ്ടുവന്നു. അല്ലാഹുവേ സ്വർഗ്ഗത്തിലേക്ക് പറന്നുപോയി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മൻ ഷഹിദ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് യുസദ്ദിഖു ഖൽബഹു ലിസാനഹു ദഖല മിൻ അബ്വാബി ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ വിശ്വാസത്തോടുകൂടി ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗ്ഗത്തിന്റെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും അവന് സ്വർഗ്ഗത്തിൽ കയറി പോകാൻ പറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗത്തിന്റെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും കയറി പോകാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹി നാർ, നരകത്തിന്റെ തീ അവനെ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് ദിക്റിന്റെ മഹത്വം, അതാണ് ദിക്റിന്റെ മഹത്വം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂ ഹുറൈറ അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നാളെ ഈ ദിക്ർ ഇത് പറയാത്തവന്മാർ മുഴുവനും വായിക്കകത്ത് കൈവച്ചിട്ട് കടിക്കുന്ന ഒരു രംഗമുണ്ട്. എടാ, കള്ളുകുടിയനാകട്ടെ, വ്യഭിചാരിയാകട്ടെ, എത്ര വലിയ വൃത്തികെട്ടവനാകട്ടെ, പക്ഷെ അവന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലാഹുവിന് സ്വർഗ്ഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഓൻ എന്നെങ്കിലും ഒരു കാലത്ത് സ്വർഗ്ഗത്തിൽ പോകും. അപ്പോഴാണ് ഇത് പറയാത്ത മഹാന്മാരൊക്കെ പറയണത്, ഇതൊന്ന് പറയാൻ പോലും പറ്റിയില്ലല്ലോ. എന്താ അവിടെ വെച്ചാണ് പഠിച്ചവനും ഭർത്തവനൊക്കെ പറയുക, അവിടെ വെച്ചാണ് ഇവരൊക്കെ പറയുന്നത്, ഇതൊന്നും പുതിയ ദുനിയാവിൽ വെച്ച് ഒരുവട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ പഠിച്ചവനെ എന്ന് വായിക്കകത്ത് കൈവച്ച് കടിക്കുന്ന രംഗം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്ലീസ് തന്നെ പറഞ്ഞത് എന്നെ നശിപ്പിച്ച് കളഞ്ഞത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിലൂടെയാണ്. ഞാൻ പാപങ്ങൾ ചെയ്യാൻ വേണ്ടി എല്ലാവരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കും, അവരെ ഞാൻ അങ്ങനെ പിഴപ്പിക്കാൻ നോക്കുമ്പോൾ അവന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് എന്നെ നശിപ്പിച്ച് കളയാ. മീസാനിലെ ഏറ്റവും ഭാരമുള്ള വസ്തുവാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കരുത്. അതേ ഉള്ളൂ, വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, അത് പറയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ അർത്ഥം മനസ്സിലാക്കി പറ. അത് മീസാൻ നിറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കുകയാണ്. ഷഹാദത്ത് കലിമ പറഞ്ഞാൽ പാപം പൊറുക്കുന്നു. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 നേരം നിസ്കരിച്ച സമ്മാനം എന്താ? സ്വർഗ്ഗം. പിന്നെ 5 നേരം ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. നിസ്കരിക്കുന്ന അല്ലാഹുവിന് നന്ദി കാണിക്കുമ്പോൾ സമ്മാനമായി അല്ലാഹു തരുന്നത് പാപമോചനം. നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ പാപം അല്ലാഹു പൊറുക്കുകയാണ്. നിസ്കാരത്തിലൂടെ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നു. മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കരളിന്റെ കഷ്ടമായ തന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തന്റെ പൊന്നാര മകളോട് പറയുന്നു, യാ അബാ ഫാത്തിമ ഇൻ അറദത അൻ തൽഖാനി ഫഅഖ്സിറു സുജൂദ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ഫാത്തിമ, നാളെ നിനക്ക് എന്നെ കാണണോ? നാളെ ഉപ്പാടെ നിനക്ക് കാണണോ? ഉപ്പാടെ കൂടെ നിനക്ക് നടക്കാൻ ആഗ്രഹമുണ്ടോ? സുജൂദുകൾ അധികരിപ്പിക്കണേ ഫാത്തിമ, സുജൂദ് അധികമായിട്ട് ചെയ്യണേ ഫാത്തിമ, ഒരുപാട് നിസ്കരിക്കണേ എന്ന് പ്രവാചകൻ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നോക്കുമ്പോൾ പള്ളിക്കകത്തൊരു മനുഷ്യന്റെ സുജൂദിൽ കിടക്കുകയാ. ഒരു മനുഷ്യൻ നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നവരോട് ചോദിച്ചു, ഈ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഈ ചെറുപ്പക്കാരൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അവിടെ നിന്ന് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മനുഷ്യനോട് പറ സുജൂദ് ദീർഘിപ്പിക്കാൻ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ ആ മനുഷ്യനെ അറിയുമെങ്കിൽ പറഞ്ഞു കൊടുക്ക്, സുജൂദ് അധികരിപ്പിക്കാൻ, സുജൂദ് ദീർഘിപ്പിക്കാൻ. കാരണം എന്തെന്നറിയോ സഹോദരാ, പെട്ടെന്ന് ഒറ്റയ്ക്കൊക്കെ നമസ്കരിക്കുമ്പോ സുജൂദ് ദീർഘിപ്പിക്കണം. പെട്ടെന്ന് തലകുത്തി വീണിട്ട് എഴുന്നേക്കല്ലേ. ഒരു മനുഷ്യന് സുജൂദിൽ കിടക്കുമ്പോ അവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. അവൻ സുജൂദിൽ കിടക്കുമ്പോ അവന്റെ പാപങ്ങൾ പൊഴിഞ്ഞ് താഴെ വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുമ്പോ നമസ്കാരത്തിൽ
കാര്യത്തിൽ ഒരിക്കലും മനസ്സത കാണിക്കരുത്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത്. അത് എന്ത് ജോലിയാകട്ടെ, എത്ര വലിയ തിരക്കാകട്ടെ, എത്ര വലിയ ബിസിനസ് ആകട്ടെ, എത്ര വലിയ കാര്യമാകട്ടെ, അല്ലാഹുവേ നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു പരിപാടിക്കും നിങ്ങൾ അതിന് നിൽക്കരുത്, അതിന് നിങ്ങൾ തയ്യാറാകരുത്. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. പടച്ചവനെ, കമ്പോളത്തിൽ ഒരു അടിമയെ വിൽക്കാൻ വെച്ചിരിക്കുകയാ. ഒരു പ്രായം ചെന്ന അല്ലാഹുവേ ഒരു ചെറുപ്പക്കാരനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ഒരു കോടീശ്വരനായ മനുഷ്യനുണ്ടല്ലോ, അടിമച്ചന്തയിൽ നിർത്തിയിരിക്കുന്ന ചെറുപ്പക്കാരന്റെ ചാരത്ത് അടിമയെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. സൗന്ദര്യവാനായ ചെറുപ്പക്കാരൻ അടിമയെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടപ്പോ ഒരു പണക്കാരൻ ചെന്നിട്ട് അവിടെ നിന്ന് വില പറഞ്ഞ് വിളിക്കുകയാണ്. അവിടെ നിന്ന് വില കൊടുത്ത് വാങ്ങുമ്പോ തന്റെ മുതലാളിയോട് അടിമ പറയുന്നു, ഞാൻ കൂടെ വരണമെങ്കിൽ 3 കണ്ടീഷൻ ഉണ്ട്. 3 കണ്ടീഷൻ ഉണ്ടെങ്കിലേ ഞാൻ വരാൻ തയ്യാറാണ്. പടച്ചവനെ ചോദിച്ചു, ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? അടിമ പറയുന്നു, യജമാനനോട് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലിയും എനിക്ക് തരല്ലേ, എനിക്ക് നമസ്കരിക്കാൻ സമയം തരണം, 1 മിനിറ്റ് പോലും എനിക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. അടിമയോട്, യജമാനനോട് അടിമ പറയുന്ന ഒന്നാമത്തെ കാര്യം, എനിക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ സമയം തരണം. അടിമ പറയാ, യജമാനനോട് പറയുന്നു, എനിക്ക് 3 കാര്യമാണ് പറയാനുള്ളത്. 1, ബാങ്ക് വിളിച്ച് എനിക്ക് നിസ്കരിക്കണം. അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. കടയിൽ ജോലിക്ക് കയറുമ്പോ ആരാപ്പ പറയാ മുതലാളിയോട്, ബാങ്ക് വിളിച്ചാ പള്ളി വിടണം? കടയിൽ ജോലിക്ക് പോയി ആരാ പറയാ മുതലാളിയോട്, എനിക്ക് ജോലി വേണം, ജോലിയൊക്കെ തരാം, പക്ഷെ ജോലിയൊക്കെ കിട്ടാം. ശരി, ഞാനിവിടെ ജോലിക്ക് കയറണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ 1-ാം തീയതി ശമ്പളം കിട്ടണമെന്നല്ല. 1-ാം തീയതി ശമ്പളം കിട്ടണമെന്നല്ല, ബാങ്ക് വിളിച്ച് എനിക്ക് നിസ്കരിക്കാൻ പോകണം. അടിമ പറഞ്ഞു, 1-ാമത്തെ കാര്യം ബാങ്ക് വിളിച്ചാൽ എനിക്ക് നിസ്കരിക്കണം. യജമാനൻ സമ്മതിച്ചു. 2-ാമത്തെ കണ്ടീഷൻ എന്താ? രാത്രി ഞാൻ ഒരു ജോലി ചെയ്യില്ല. രാത്രി ഒരു ജോലി ഞാൻ ചെയ്യൂല. രാത്രി കാലങ്ങളിൽ എനിക്ക് വേണം, പകല് ചെയ്യുന്ന ജോലിയേ ഉള്ളൂ, രാത്രി ഞാൻ ഒരു ജോലിയും ചെയ്യില്ല. യജമാനൻ സമ്മതിച്ചു. 3-ാമത്തെ കാര്യം എന്താ? എന്റെ റൂമിന്റെ അകത്ത് ഒരാൾ കയറാൻ പാടില്ല. ഞാൻ കിടക്കുന്നത് എവിടെയാണോ അവിടെ ഒരാളും എന്റെ റൂമിന്റെ അകത്ത് കയറാൻ പാടില്ല. അങ്ങനെ സമ്പന്നനായ അടിമ യജമാനൻ അടിമയെ കൊട്ടാരത്തിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള റൂം എടുത്തോളാൻ. ഈ ചങ്ങാതി ഇങ്ങനെ നടക്കാം. യജമാനന്റെ കൊട്ടാരത്തിലെ മനോഹരമായ റൂമുകളുടെ ചാരത്തുകൂടെ പോയി അവസാനം വീടിന്റെ ചാരത്ത് ആർക്കും വേണ്ടാതെ ഒരു ചെറിയ റൂം അടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഇത് മതി എനിക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ അടിമ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പോകും.